അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാതിരിക്കുന്ന അവസ്ഥയാണ്. അത് പല കാരണങ്ങളെ കൊണ്ടാകും. വിവാഹം കഴിക്കപ്പെടാത്തവർ ഒക്കെ അതുണ്ടാവും. ഇപ്പോൾ വിവാഹിതരാവാത്ത പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാരൊക്കെ അവർക്കൊരു വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെട്ട പോലെ തോന്നും. ആ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാ ആവശ്യങ്ങൾക്കും ഒരു ഇണ ആവശ്യമാണ്. ആ ഇണയില്ല എന്നതാണ് ആ ഒറ്റപ്പെടലിൻ്റെ കാര്യം. മറ്റൊന്ന്, ഭർത്താവ് മരിച്ചു പോയിട്ട് ഭാര്യ ഒറ്റയ്ക്കാവുക, അതും ഒരു വലിയ ഒറ്റപ്പെടലാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെല്ലാം ഒരാളെ ആശ്രയിച്ച് നിർവഹിച്ചിരുന്ന ഒരു ഇണ പൂർണ്ണമായും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും താൻ ഒറ്റയ്ക്ക് നിർവഹിക്കേണ്ട ഏകാന്തത. അതേപോലെ തന്നെ ഭാര്യ മരിക്കുമ്പോൾ പുരുഷന്മാർക്കും ഉണ്ടാകും. ഭാര്യ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അത് ഭാര്യ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവരത് അറിയില്ല. ഭാര്യ ഇല്ലാതിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് കുറച്ച് പ്രായമൊക്കെ കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും എന്താണ്, എനിക്കാരുമില്ല എന്ന് തോന്നിണ്ടാവും. അപ്പോൾ സത്യത്തിൽ ഇങ്ങനത്തെ ഏകാന്തതകൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും, മക്കൾക്ക് തോന്നും, ബാക്കി ബന്ധപ്പെട്ടവർക്ക് തോന്നും, എന്താപ്പോൾ അവർക്ക് പ്രശ്നം, അവർക്ക് മക്കളുണ്ടല്ലോ, മരുമക്കളുണ്ടല്ലോ, പേരക്കുട്ടികളുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവിടെ ആളുകളെല്ലാവരും നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നതല്ല ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മളെ ഒരേ ഒരു വ്യക്തി മാത്രമേ ഒരു വീട്ടിലുള്ളൂ എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമുക്ക് മക്കളില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഒരു ഇണയില്ല എന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മൾ ചെന്നടങ്ങുന്നതും ചേരുന്നതും ആശ്രയത്വം കണ്ടെത്തുന്നതും എല്ലാറ്റിലും അവലംബമാക്കുന്നതും എല്ലാറ്റിലും നമുക്ക് ധൈര്യമായി വർത്തിക്കുന്നതും ആ കൂടെയുള്ള ആളാണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷെ നമ്മെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമായി നമ്മളോടൊപ്പമുള്ളവളാണ് ഭാര്യ. നമ്മെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളതാണ് നമ്മുടെ കൂടെയുള്ള ഭർത്താവ്. നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്നോ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്നോ എന്നൊന്നും അതിന് അർത്ഥമില്ല. പക്ഷേ നമ്മളെക്കുറിച്ച്, നമ്മൾ ഭക്ഷണം കഴിച്ചോ, നമ്മൾ എവിടെയാണ് ഇപ്പോഴുള്ളത് എന്നാരാണ് നമ്മളെ പറ്റി അന്വേഷിക്കുന്നത്? അതായത് 24 മണിക്കൂറും നമ്മളെ ഫോളോ ചെയ്യുന്ന, നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ ഇണ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, എന്തെങ്കിലും വിശേഷങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അന്വേഷിക്കുമെന്നല്ലാതെ നമ്മളെ എല്ലാ സമയത്തും നമ്മുടെ അവസ്ഥകൾ എന്താണ്, സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് നിതാന്തമായി നിത്യമായി ചിന്തിച്ചിരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ. ഈ ഒരു ഇല്ലായ്മയാണ് നമുക്ക് ഏറ്റവും വലിയ ഏകാന്തത വരിക. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഏകാന്തത വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പരിഹാരം? ഒന്ന്, നമ്മൾ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം എന്നതുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന നിലക്ക് നമ്മൾ ആ ഏകാന്തതയെ, ആ ഒറ്റപ്പെടലെ നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചോദിക്കരുത്. മറിച്ച് അള്ളാഹു തരുന്നൊരു വലിയ പരീക്ഷണമാണത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുമ്പോൾ അത് നമുക്ക് സ്വർഗം കിട്ടാൻ മാത്രമുള്ള മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന അത്രയും വലിയ ഒരു മാനസിക പ്രയാസമാണ്. അത് എല്ലാ സെക്കൻഡുകളിലും നമ്മൾ അലട്ടും. കാരണം 24 മണിക്കൂർ നമ്മളെ കൂടെ നിന്നിരുന്ന ഒരാളില്ലാതെ ആവുമ്പോൾ 24 മണിക്കൂറും നമ്മൾ ആ ഒറ്റപ്പെടലിൻ്റെ വേദനകൾ അനുഭവിക്കും. രാത്രിയും പകലും ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോഴും എപ്പോഴും നമുക്ക് ആ ഒറ്റപ്പെടൽ. അപ്പോൾ അതിനൊരു പ്രതിഫലമുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. പിന്നെ ഇത്തരം ഒറ്റപ്പെടലുകൾക്ക് എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടെങ്കിൽ ആ പരിഹാരം സ്വീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യരുത്, മടിച്ചു നിൽക്കരുത്. ഇപ്പോൾ സാധാരണ വിധവകളാകുന്ന സഹോദരിമാർ വീണ്ടും ഒരു പുനർവിവാഹത്തിലൂടെ ആദ്യ വിവാഹത്തെക്കാളും സന്തോഷവും ആനന്ദവും അനുഭവിച്ചത് യഥാർത്ഥത്തിൽ നമുക്ക് പലരുടെയും ജീവിതാനുഭവങ്ങളിൽ അത് ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിഹാരത്തേക്ക് പോകുന്നതിന് തെറ്റില്ല. അതേപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താണ്, പലപ്പോഴും വളരെ പ്രായമായ 80 85 വയസ്സായ ആളുകൾ വന്നിട്ട് മക്കളോടൊന്ന് പറയണം, ഒന്ന് വിവാഹം കഴിക്കാനൊരാഗ്രഹമുണ്ട് എന്ന് പറയാൻ. അവരൊന്നും വിവാഹം കഴിക്കുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ആ ഒറ്റപ്പെടൽ, ഏകാന്തതയെ
ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു പരിഹാരത്തിന് ഒരാൾക്ക് സാധ്യമാവുമെങ്കിൽ അതിന് പകരമാകാൻ ഞങ്ങളില്ലേ, മക്കളില്ലേ, മരുമക്കളില്ലേ എന്നൊന്നും ചോദിക്കരുത്. കാരണം അതൊന്നും ആ ഏകാന്തതയ്ക്ക് പരിഹാരം നൽകാൻ, ഒറ്റപ്പെടലിന് പരിഹാരം നൽകാൻ പര്യാപ്തമല്ല എന്ന് മനസ്സിലാക്കണം. അവൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പോകാനുള്ള അനുവാദം നൽകുക. അത് ഈ നഷ്ടപ്പെട്ടതിന് പകരം അതുതന്നെ വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം. മറ്റെന്തു പരിഹാരങ്ങളും അത്രത്തോളം ഒരു സമ്പൂർണ്ണമായ പരിഹാരം ആയിക്കൊള്ളണമെന്നില്ല. രണ്ടാമത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾ ആ ഏകാന്തതയെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പെരുമാറുക എന്നുള്ളത്. അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ബന്ധുക്കൾ, അവരുടെ മക്കളെല്ലാവരും ഇങ്ങനെയുള്ള ഒരു ഒറ്റപ്പെടലിലാണ് അവർ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കവരെ സമ്പൂർണ്ണമായിട്ടൊന്നും അവരെ സന്തോഷിപ്പിക്കാനും ആ ഏകാന്തത ഇല്ലാതാക്കാനും കഴിയില്ലെങ്കിലും ആ അവസ്ഥ മനസ്സിലാക്കി പെരുമാറാൻ മറ്റുള്ളവർക്ക് കഴിയണം. അപ്പോൾ മക്കൾക്കത് കഴിയണം, അതേപോലെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അത് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ അത് അവരും മനസ്സിലാക്കുക, മറ്റുള്ളവരും മനസ്സിലാക്കുക, അങ്ങനെ പരസ്പരം പെരുമാറാൻ കഴിയുമ്പോഴും കുറേയൊക്കെ ആ ഏകാന്തതയെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് മനസ്സിലാവുന്നത്.